സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രമതി ആൻറ്റിയുടെ മകളുടെ ഓർമ്മ ദിവസം ക്ഷേത്രത്തിൽ വെച്ച് അമ്മയെ അപമാനിച്ചതിൻ്റെ പേരിൽ ഋഷിയെ കണ്ടപ്പം ചോദ്യം ചെയ്യാൻ പോയ നന്ദൻ ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. മീരയുടെ മരണത്തെ തുടർന്നും അതുപോലെ തന്നെ ഋഷിയുടെ മരണത്തെ തുടർന്നും അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചു. ഒരു സത്യം നമുക്ക് എത്ര നാൾ മൂടി വെക്കാൻ പറ്റും? അധിക നാളൊന്നും മൂടി വെക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഋഷി അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ത്യാഗരാജനും CPയും സംസാരിച്ചുകൊണ്ടിരിക്കവേ ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് സങ്കടമെല്ലാം അറിയിച്ചതിന് ശേഷം അരുന്ധതിയാണെങ്കിൽ വീട്ടിലേക്ക് വരുമായിരുന്നു. ആ സമയത്ത് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനാണോ എന്നെ പറ്റിക്കുന്നത് അതോ നീയാണോ എന്നെ പരീക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഭഗവാന്റെ മുമ്പിൽ നിന്നുള്ള ഒരു ഉത്തരമായിട്ട് അരുന്ധതിക്ക് അന്നേ ദിവസം തന്നെ തൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയാൻ പറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ത്യാഗരാജനാണെങ്കിൽ മീരയുടെ ആത്മാവ് നന്ദനെ വേട്ടയാടുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടതിന് ശേഷം പ്രേതം ഭൂതം അങ്ങനെയൊക്കെ പേടിയുണ്ടായിരുന്നു. മേൽ കേട്ട സൗണ്ട് പോലും പ്രേതമായിരിക്കുമെന്ന് കരുതി ത്യാഗരാജൻ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ എന്താണെന്നറിയാൻ അരുന്ധതി മേലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ മകൻ്റെ റൂമിൽ നിൽക്കുന്നത് കണ്ട് അരുന്ധതിക്ക് ആദ്യം ചില സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇനി മകൻ ജീവനോടെ ഉണ്ടോ അതോ ഇനി ആത്മാവും കാണാനോ തനിക്ക് തോന്നുന്നതാകുമോ എന്നൊക്കെ ഉള്ളൊരു സംശയത്തിൽ നിൽക്കുമ്പോൾ അമ്മ പേടിക്കണ്ട, ഇത് ഞാൻ തന്നെയാണ്, ഋഷി എനിക്കൊരു ആപത്തും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഋഷി നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അതായത് അമ്മയെ അപമാനിച്ചതിൻ്റെ പേരിൽ തന്നോട് പ്രതികാരം ചെയ്യാൻ വന്ന നന്ദനെ വട്ടം ചുറ്റിക്കുകയായിരുന്നു തൻ്റെ ഇത്രയും ദിവസത്തെ ഹോബി എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി ദേഷ്യം കൊണ്ട് നമ്മുടെ ഋഷിക്ക് നല്ലൊരു തല്ല് കൊടുക്കുന്നുണ്ട്. അതായത് അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഏതെങ്കിലും വഴിക്ക് അമ്മയെ അറിയിക്കേണ്ട ഒരു കടമയുണ്ടായിരുന്നു. കാരണം അമ്മ മകനേന്ന് പറഞ്ഞ് ജീവിതം ഒഴിഞ്ഞു വെച്ച ആ അമ്മയ്ക്ക് മകനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാതിരുന്ന ആ സമയത്ത് അവർ മാനസികമായി ഒരുപാട് തകർന്നിരുന്നു. അത് മനസ്സിലാക്കാതെ തൻ്റെ മകൻ തന്നെ ഇങ്ങനെ കബളിപ്പിച്ചല്ലോ എന്നുള്ളൊരു സങ്കടമാണ്. എന്നാലും തൻ്റെ മകൻ്റെ പ്രതികാരവും അതുപോലെ പ്രഭാവതിയും കുടുംബവും എങ്ങനെയാണ് തൻ്റെ മകനെ ട്രീറ്റ് ചെയ്തത് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാവുന്ന അരുന്ധതിക്ക് മകനെ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താനും പറ്റുന്നില്ല. പക്ഷേ പ്രഭാവതിയെയും അതുപോലെ സിദ്ധാർത്ഥൻ സാറിനോടുമാണ് അരുന്ധതിക്ക് ദേഷ്യം. ദേവികയോടും നന്ദനോടും പ്രത്യേകിച്ച് വിരോധമില്ലെന്ന് മാത്രമല്ല, ഋഷിയെ കാണാതായ ഈ സാഹചര്യത്തിൽ പോലും തൻ്റെ പദവി മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ഋഷിയെ കണ്ടെത്താൻ ശ്രമിച്ച ദേവികയോട് ഇപ്പം മുന്നത്തേക്കായും സ്നേഹമാണ് അരുന്ധതിക്ക് തോന്നി തുടങ്ങിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ചന്ദ്രോത്ത് വീട്ടിനെ ഇങ്ങനെ പിന്തുടർന്ന് വേട്ടയാടുന്നതിനോട് അരുന്ധതിക്ക് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ല. പ്രഭാവതിയോട് പകരം ചോദിക്കണം എന്നൊക്കെയുണ്ട്. എങ്കിലും മകനെ കാണാതായ ഈ വിഷമത്തിൻ്റെ ഇടയ്ക്ക് പ്രഭാവതിയോടുള്ള ദേഷ്യം ഒരല്പം അയവ് വരുത്തുന്നുണ്ട് നമ്മുടെ അരുന്ധതി. ശരിക്കും അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഋഷി തുറന്നു പറയുന്നുണ്ട്. തന്നെ നന്ദനും അതുപോലെ കെവിനും ചോദ്യം ചെയ്യാൻ വന്നു എന്നും തൻ്റെ അമ്മയെ അപമാനിച്ചതിൻ്റെ പേരിൽ നന്ദൻ കൈയേറ്റം ചെയ്തു. അങ്ങനെ ബോധം കെട്ട് വീണ ഋഷിയെ കൂട്ടി ആൾതാമസമില്ലാത്തൊരു ബംഗ്ലാവിലേക്ക് പോയെന്നും അവിടെ വെച്ച് വീണ്ടും ബോധം വന്ന ഋഷിയുമായിട്ട് തല്ലുപിടുത്തമുണ്ടായി. അവിടെ കിടന്ന ഒരു തടിക്കഷ്ണം എടുത്ത് ഋഷിയെ തല്ലി. ആ തല്ലിൽ ഞാൻ ശരിക്കും മരണപ്പെട്ടു എന്നാണ് നന്ദൻ കരുതിയിരുന്നത്. എൻ്റെ സുഹൃത്തായ കെവിനും അവരുടെ കൂട്ടുകാരും കൂടി അത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തെന്നും മാത്രമല്ല, എസബല്ലയും അതുപോലെ തന്നെ DYSPയും ഞങ്ങളുടെ ആൾക്കാരാണ്, അവരും കൂടി ചേർന്ന് ഈ നാടകം ഒന്നും കൂടി കൊഴുപ്പിച്ചു എന്നൊക്കെ ഉള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. അപ്പം എന്ത് വേണമെന്നറിയാൻ വയ്യാതെ ഞാനൊന്ന് ആലോചിക്കട്ടെ, മുന്നോട്ട് ഈ നാടകം തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ അരുന്ധതി പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഋഷി അമ്മയെ കണ്ടിട്ട് തിരികെ പോകുന്ന വഴിക്ക് നമ്മുടെ നന്ദനാണെങ്കിൽ ഋഷി വണ്ടിയിൽ പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ നന്ദന് പലപ്പോഴും ഋഷി ഇങ്ങനെ പിന്നാലെ നടന്ന് ആക്രമിക്കുന്നതായിട്ടൊക്കെ സ്വപ്നത്തിൽ തോന്നാറുണ്ടല്ലോ. അപ്പോൾ ഇത് തോന്നലാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വയ്യാത്ത ആ ഒരു കണ്ടീഷനിൽ ഋഷി വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ നമ്മുടെ നന്ദൻ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഋഷി മരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും കൂടി ചേർന്ന് തന്നെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം നന്ദൻ ഉറപ്പിക്കുന്നു. എല്ലാവരും എന്ന് പറയുന്നത് കെവിൻ. കാരണം ഋഷി മരിച്ചു എന്നും ഋഷിയെ കുഴിച്ചിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ നന്ദൻ അയച്ചു കൊടുത്തതും എല്ലാം കെവിനാണ്. അപ്പം കെവിൻ്റെ വാക്ക് വിശ്വസിച്ചാണ് ഋഷി മരിച്ചു, താനാണ് ഋഷിയെ കൊന്നത് എന്ന കുറ്റബോധം പേറി ഇത്രയും നാൾ ഡിപ്രഷൻ അടിച്ച് ജീവിച്ചത്. തൻ്റെ ഈ ഡിപ്രഷൻ എല്ലാം കണ്ട് ആസ്വദിക്കുകയായിരുന്നു കെവിൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയ നമ്മുടെ നന്ദനാണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും മുരളിയോട് തുറന്നു പറയാൻ തീരുമാനിക്കുന്നുണ്ട്. താൻ കാരണം KK നായരുടെ പ്രോജക്റ്റിൽ ദേവിക ഒപ്പിട്ട് കൊടുത്തു. സത്യസന്ധമായി ഇത്രയും നാൾ ജനങ്ങളോട് പെരുമാറിയ തൻ്റെ അച്ഛൻ്റെയും അതുപോലെ ദേവികയുടെയും എല്ലാ ഇമേജിന് താൻ കാരണം
മോശമുണ്ടാക്കി എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ നന്ദനെ അലട്ടാൻ തുടങ്ങി. ഒരുപാട് ജനങ്ങൾ താൻ കാരണം ഇനി പ്രതിസന്ധിയിലേക്ക് ആകാൻ പോകുകയാണ് എന്നൊക്കെ മനസ്സിലാക്കി നന്ദനാണെങ്കിൽ മുരളിയോട് നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഏത് സാഹചര്യം മുതലാണ് തനിക്ക് ഡിപ്രഷൻ ഉണ്ടാകാൻ കാരണമായത് എന്നൊക്കെ അറിഞ്ഞ് നമ്മുടെ മുരളി വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പം മുരളി നന്ദനെ കുറ്റപ്പെടുത്തുന്നു. കെവിൻ വന്നതിന് ശേഷം നീ എല്ലാ കാര്യങ്ങളും കെവിനോട് മാത്രമേ ഷെയർ ചെയ്യാറുള്ളായിരുന്നു. കുട്ടിക്കാലം മുതലേ ഉള്ള സുഹൃത്തല്ലേ ഞാൻ നിൻ്റെ. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടെ നിൽക്കില്ലായിരുന്നോ? കെവിൻ്റെ പെരുമാറ്റം കണ്ട അന്ന് മുതലേ ഞാൻ നിന്നോടും ദേവികയോടും പറയുന്നയാ. അവനെ എത്ര ഇങ്ങോട്ട് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം നീ ഡിപ്രഷൻ അടിച്ച് നടക്കുമ്പോൾ പോലും അവന് യാതൊരു വിഷമവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തൊക്കെയോ കാര്യം ഒളിപ്പിക്കുന്നതായിട്ട് എനിക്ക് അന്നേ തോന്നിയിരുന്നു. എന്തായാലും ഈ നാടകം അങ്ങനെ വിട്ടാൽ പറ്റില്ല. നിന്നെ ഇത്രയധികം ചതിച്ച അവർക്കൊരു തിരിച്ചടി കൊടുത്തിരിക്കണം. ആ ഋഷി എന്ന് പറയുന്നവനെ ആദ്യം പൊക്കണം, അതിനുശേഷം കെവിനെയും ഇസബെല്ലയെയും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് തീരുമാനിച്ച് നമ്മുടെ ഋഷിയെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് മുരളിയും അതുപോലെ നന്ദനും. മാത്രമല്ല പിന്നാലെ കെവിനെയും ഇസബെല്ലയെയും അവരുടെ കെണിയിൽ വീഴ്ത്തിക്കൊണ്ട് അവരോട് ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് ചോദിപ്പിക്കുന്നു ഋഷിയെയും കെവിനെയും ഇസബെല്ലയും കൊണ്ട്. കെവിൻ്റെയും ഇസബെല്ലയുടെയും ശത്രുതയുടെ കാരണവും നമ്മുടെ മുരളി നന്ദൻ്റെ മുമ്പിൽ തുറന്നു പറയുന്നു. ഇത്രയും ഉറ്റ സുഹൃത്തായ ഇസബെല്ലയും കെവിനും എന്തുകൊണ്ട് തന്നെ ചതിച്ചു? അവർ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മുടെ നന്ദൻ വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ചതിച്ചതെന്നുള്ള കാര്യം നമ്മുടെ മുരളി വഴി നന്ദൻ തിരിച്ചറിയുന്നു. അങ്ങനെ തെറ്റിദ്ധാരണകളെല്ലാം മാറി വീണ്ടും ചന്ദ്രോത്ത് വീട്ടിൽ സമാധാനം തെളിയുന്നു. കാത്തിരിക്കാൻ ഒരു നിമിഷത്തിനായിട്ട്.